നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ജനങ്ങളെ കടുവയും ആനയും ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഗാനമേള നടത്തുന്ന മന്ത്രി. കാട്ടിൽ കയറിയിട്ടല്ലേ കടുവ കൊല്ലുന്നതെന്ന് തിരിച്ചു ചോദിക്കുന്ന മന്ത്രി. ആനയ്ക്ക് മുന്നിൽ മദ്യപിച്ച് ചെന്നാൽ മണം പിടിച്ചെത്തി കൊല്ലുമെന്ന് വികലമായ ന്യായം ഉന്നയിക്കുന്ന മന്ത്രിയുടെ ഉദ്യോഗസ്ഥർ. ജനങ്ങളെ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ എന്ന് ചോദിച്ച് കൈമലർത്തുന്ന AK ശശീന്ദ്രൻ ആ സ്ഥാനത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായതുകൊണ്ട് മാത്രമെന്ന് നാട്ടുകാർക്കറിയാം. കേന്ദ്ര നിയമം എന്ന് പറഞ്ഞ് കൈയൊഴിയാനെങ്കിൽ ഇങ്ങനെയൊരു മന്ത്രിയുടെ ആവശ്യമില്ല. മന്ത്രിയുടെ രാജി കത്തോലിക്ക സഭാ ബിഷപ്പുമാർ ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ്? അതിന് നാട്ടിൽ വാഹനാപകടവും പ്രകൃതി ദുരന്തവും ഉണ്ടാകില്ലെന്ന് പറയാനാകുമോ എന്ന് ചോദിച്ച് ക്ഷമയെ പരീക്ഷിക്കുന്ന AK ശശീന്ദ്രൻ ഒരു ദുരന്തമാവുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, NCP നേതാവ് ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ് ശ്രീ PM നിയാസ്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് P തോമസ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഫാദർ ഫിലിപ്പ് കവീൽ. മന്ത്രി ഇന്നും ചോദിക്കുന്നത് എന്റെ കുഴപ്പമാണോ എന്നാണ്. അതോടൊപ്പം തന്നെ ബിഷപ്പുമാരിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ മന്ത്രിയുടെ രാജിയും അതുപോലെ തന്നെ സർക്കാർ രാജിവെക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതിനെ പരിഹസിക്കുകയാണ് മന്ത്രി ഇന്ന് ചെയ്തത്. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം, അതിനുശേഷം താങ്കളിലേക്ക് വരാം. ആദ്യം മന്ത്രി AK ശശീന്ദ്രന്റെ ഇന്നത്തെ വാക്കുകൾ. ഒരു നിർദ്ദേശം പറയാം, ഏത് നിർദ്ദേശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. ശാശ്വത പരിഹാരത്തിന് മറ്റേത് വേലി കെട്ടണം, പിന്നെ എന്താണ് കുറ്റിക്കാടുകൾ വെട്ടി നീക്കണം, കാട് റോഡിന്റെ ഇരുവശത്തും ഇതുണ്ടാക്കണം, വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കണം, ലൈറ്റുകൾ സ്ഥാപിക്കണം. ഇത് ശാശ്വത പരിഹാരമാണ്. ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു 1/2/28 29/2/28 ശേഷം ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കാ കഴിയാം? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ. അപ്പൊ ശാശ്വതമെന്ന് വാക്കില്ല, പരമാവധി പരിഹരിക്കുക എന്നുള്ളതാണ്. ലഘൂകരിക്കുക, പരമാവധി പരിഹരിക്കുകയാണ്, ലഘൂകരിക്കുകയല്ല. പരമാവധി പരിഹരിക്കുക എന്നാണ് ഞാനത് നല്ല അർത്ഥത്തിൽ ഉദ്ദേശിച്ചാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്ന് മന്ത്രി പറയുകയുണ്ടായി. അതുകൂടി കേട്ടതിന് ശേഷം താങ്കളിലേക്ക് വരാം ഫാദർ ഫിലിപ്പ് കവീൽ. മറ്റു ചില കാര്യങ്ങൾ കൂടി മന്ത്രിയുടെ. ബിഷപ്പുമാരോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അവര് ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, ആശ്വസിപ്പിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച സിദ്ധിയുള്ള ആളുകളാണെന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ തോന്നിക്കുന്നത് അവർക്കാണ് ദോഷം. അതായത് റെമിജിയോസ് ഇഞ്ചനാനിയെ പോലെയുള്ളവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന നിലപാടാണോ താങ്കൾക്കുള്ളത്? സൂക്ഷിച്ച് എന്ന വാക്ക് ഞാനും ഉപയോഗിക്കൂല. നല്ല വാക്കുകൾ പറയുന്നതല്ലേ നല്ലതെന്ന് ഞാൻ പറയും. ഫാദർ ഫിലിപ്പ് കവീൽ, മന്ത്രിയുടെ വാക്കുകളിലെ നല്ല അർത്ഥം കത്തോലിക്ക സഭ ബിഷപ്പുമാർക്ക് മനസ്സിലാകാത്തതാണോ കാരണം? ഇത് മാത്രമല്ല, അദ്ദേഹം മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കത്തോലിക്ക സഭയിലെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരാണ് ഇന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചത്. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പ് ലെഗേറ്റ് ആയിരിക്കുന്ന അഭിമന്യമാർ റെമിജിയസ് ഇഞ്ചനാനി പിതാവ് വളരെ കൃത്യമായ ഭാഷയിൽ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഈ നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണിത്. അതായത് ഈ നാട്ടിലെ സാധാരണക്കാരായ മലയോര നിവാസികൾക്ക് ഗ്രാമങ്ങളിൽ വനത്തിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഈ വന്യജീവി ആക്രമണത്തിലൂടെ സംജാതമായിട്ട് കാലങ്ങളായി. അതിനെക്കുറിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ പലതവണ ഗവൺമെന്റിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതൊന്നും കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഈ നാട്ടിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളുടെ ജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെ അഭിമന്യ പിതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ അതിനെ പുച്ഛത്തോടെ കാണുന്നതൊന്നും ഈ നാടിന് ചേർന്നതല്ല. അഭിമന്യ പിതാവ് പറഞ്ഞത് ഒരു വ്യക്തിയെ അല്ല സൂചിപ്പിച്ചത്, ആ വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച വിധത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നാണ്. പക്ഷേ ഫാദർ ഫിലിപ്പ് കവീൽ, മന്ത്രി എപ്പോഴും ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര വനം വന്യജീവി നിയമം അതവിടെ ഉണ്ടല്ലോ,
അത് നിലനിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും, ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് മന്ത്രി ഉന്നയിക്കുന്നത്. അതായത് ഒരു നിസ്സഹായനായ മന്ത്രിയെയാണ് നമ്മൾ കാണുന്നത്. കടുവ ഇറങ്ങിയ സമയത്ത് വെടിവെക്കാനുള്ള ഓർഡർ ഇടാൻ കഴിഞ്ഞിരുന്നു വനം വകുപ്പിന്, പക്ഷെ അതുപോലും മടിച്ചാണ് ചെയ്തത്. കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ ചില വകുപ്പുകളുണ്ട്, അതനുസരിച്ച് വേണമെങ്കിൽ സർക്കാരിന് ഇടപെടാം. മനുഷ്യജീവന് ഭീഷണിയാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയും എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് വനം മന്ത്രിക്കും അറിയില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ സങ്കോചത്തോടു കൂടിയാണ് ഇതിനെ സമീപിക്കുന്നതും. അപ്പോൾ നിസ്സഹായനായ ഒരു മന്ത്രിയുടെ വാക്കുകളല്ലേ ഇതെല്ലാം? അതല്ലാതെ അദ്ദേഹം പരിഹസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ? നിസ്സഹായതയാണോ ഇവിടുത്തെ വിഷയം? കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, സാധാരണക്കാരായ പൗരന്മാരുടെ ജീവന് ഭീഷണി ഉണ്ടാവുമ്പോൾ എനിക്കതിന് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമാണോ? അത് മാത്രമല്ല, ഒരു സർക്കാരിനെ എന്തിനാണ് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ സർക്കാർ, ജനാധിപത്യ സർക്കാരിനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിലയേറിയ വോട്ടുകൾ കൊടുത്ത് തെരഞ്ഞെടുത്തത് നമ്മുടെ ജീവന്, സ്വത്തിന് സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്തം, കടമ അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അഭ്യുന്നത പിതാക്കന്മാരും കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരും വളരെ കൃത്യമായി തുറന്നു പറയുമ്പോൾ അത് വ്യക്തിയെ ഉദ്ദേശിച്ചല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം വേണം, സന്തോഷം വേണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. അതിനെ വ്യക്തിപരമായി എടുക്കാതെ ആ പറയുന്നതിന്റെ കാര്യം മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭൂഷണം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കേന്ദ്രത്തെ കേരളം കുറ്റം പറയുകയും കേരളത്തെ കേന്ദ്രം കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി കണ്ട് ഇവിടുത്തെ സാധാരണക്കാരും അടുത്തു കഴിഞ്ഞിരിക്കും. കാരണം അവർക്ക് സുരക്ഷിതത്വമില്ല. ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല. ഞങ്ങൾ കേന്ദ്രത്തെ അന്യായമായി സപ്പോർട്ട് ചെയ്യുകയോ കേരളത്തെ അന്യായമായി വിമർശിക്കുകയോ ചെയ്യുന്നവരല്ല. കേന്ദ്രമായാലും കേരളമായാലും സത്വരമായ നടപടികൾ സ്വീകരിച്ച് പാവപ്പെട്ട മനുഷ്യന്റെ ജീവന് സുരക്ഷിത അങ്ങനെ ഒരു വിമർശനം കൂടിയുണ്ട് ഫാദർ ഫിലിപ്പ് കവീൽ. അതായത് സംസ്ഥാന സർക്കാരിനെയും വനം മന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന കത്തോലിക്ക സഭ ബിഷപ്പുമാരും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ഈ കേന്ദ്രത്തിലേക്ക് പോയ എംപിമാരുണ്ടല്ലോ, അവരിൽ സമ്മർദ്ദം ചെലുത്തുകയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രിമാരിൽ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യുന്നില്ലല്ലോ കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തുവാൻ അല്ലെങ്കിൽ ഇളവുകൾ നൽകുവാൻ എന്നുള്ള ഒരു ആക്ഷേപം കൂടിയുണ്ട്. വനം മന്ത്രിയെ ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്നു എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട്, ഞങ്ങൾ ഒരിക്കലും ഒരു പക്ഷം പിടിച്ച് സംസാരിച്ചിട്ടില്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാര്, ബിഷപ്പുമാരടക്കം കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്രമന്ത്രിമാർക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒപ്പിട്ട് ഭീമ ഹർജി പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും അയച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഗ്ലോബൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സാർ ഉൾപ്പെടെയുള്ള സമിതി വലിയ ഒപ്പുശേഖരണം നടത്തി പ്രധാനമന്ത്രിക്ക് വരെ അയച്ചിട്ടുണ്ട്. അതൊന്നും എന്തേ വരുന്ന കാണാത്തത്? ഞങ്ങൾ ആരെയും അന്യായമായി സപ്പോർട്ട് ചെയ്യുകയല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അതാണ് പ്രശ്നം. എത്രയോ ആളുകളാണ് ഇവിടെ മരിച്ചു വീഴുന്നത്, അതെന്തേ കാണാത്തത്? ഇവിടെ മന്ത്രിയുടെ പ്രശ്നമല്ല നമ്മളുടെ പ്രശ്നം, ജനങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളതാണ് പ്രശ്നം. നമ്മള് ഒരു ഗവൺമെന്റിന് എതിരല്ല, പക്ഷെ ഗവൺമെന്റുകൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണ്ടേ? പിന്നെ ആരോടാണ് നമ്മൾ പരാതിപ്പെടുക? ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതറിയണം. എങ്ങനെ ഈ കാട്ടുമൃഗങ്ങളെ കാട്ടിൽ നിർത്താമെന്നറിയണം. ഒരു മാർഗം പറഞ്ഞു തരാം, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പല മാർഗങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മുടെ തന്നെ ചാനൽ ചർച്ചകൾ നമ്മൾ പലതവണ അത് പറഞ്ഞതാണ്. അതായത് വനത്തിലെ മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, വനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം വന്യജീവികൾ വനത്തിൽ പെരുകുമ്പോൾ അതിനെ കള്ളിങ് വഴി അല്ലെങ്കിൽ അതിന്റെ വംശത്തെ നിയന്ത്രിക്കണം. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള അതിനുള്ള വഴികൾ ഇവർ തേടണം. അല്ലെങ്കിൽ വനത്തിൽ മൃഗങ്ങൾ അവിടെ നിൽക്കാൻ, അവിടെ ഭക്ഷണം അവർക്ക് കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ, വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ വനത്തിനുള്ളിൽ അവർ ക്രമീകരിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയല്ലേ ഈ വനപാലകരെ നമ്മൾ നിയമിക്കേണ്ടത്? ശരി, ശ്രീ പി എം സുരേഷ് ബാബു, പക്ഷേ വന്യജീവികൾ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സമയത്ത് ഗാനമേള നടത്തുന്ന ഈ മന്ത്രിയെ വേണ്ട. ഈ മന്ത്രി എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറഞ്ഞാലും ശരി, അദ്ദേഹം പറയുന്നത് ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും വാഹനാപകടങ്ങളും ഒക്കെ നാളെ ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാനാകും? ഇതൊക്കെ മനുഷ്യരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന്റെ പരമാവധിയാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ പെരുവന്താനത്ത്, ഇടുക്കി ജില്ലയിൽ പെരുവന്താനത്ത് സംഭവിച്ചത് എന്താണ്?
ആനയുടെ ആക്രമണത്തിൽ മരിച്ച സോഫിയ എന്ന സ്ത്രീ, അവർ ഒരാഴ്ച മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് എന്റെ ജീവൻ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന്. അതുപോലെ സംഭവിക്കുകയും ചെയ്തുവല്ലോ. ഇനി ഇങ്ങനെ എത്ര പേർ? ഒരു ഉത്തരം പോലും ഇല്ലല്ലോ. അപ്പോൾ ഈ മന്ത്രിക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രി? എന്നോടാണല്ലോ അതെ 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 ശ്രീ പി എം സുരേഷ് ബാബു. അത് ഒരു വാക്യാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ അർത്ഥപ്രതലത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ടാകുന്നത് ഈ ദുഃഖകരമായ അന്തരീക്ഷത്തെ ലഘൂകരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ പലരും ഇന്ന് വന്യജീവികളുടെ അക്രമത്തിന് വിധേയമായി ജീവൻ നഷ്ടപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ദുഃഖിക്കുന്നവരിൽ ഒരാളാണ് ഞാനൊക്കെ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്ത സാഹചര്യം എങ്ങനെയാണ് നമുക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളും നടപടികളുമാണ് വേണ്ടുന്നത്? ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടത്തിന് നിയമപരമായ മാർഗത്തിലൂടെ മാത്രമേ അതിനെ നേരിടാൻ കഴിയുള്ളൂ എന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും പ്രേക്ഷക സമൂഹത്തിനും അറിയാം. അത് നിയമപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നിയമപരമായ മാർഗങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു തരം ലഘൂകരണം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. ഇവിടെ നമ്മൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വന്യജീവി അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരാളുടെയും ജീവന് പകരമായി പണം കൊടുക്കാനോ, പണം കൊടുത്ത് അതിനെ പരിഹരിക്കാനോ, അല്ലെങ്കിൽ അതിന് സമാശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിന് ആശ്വാസം കൊടുക്കാനോ നമുക്ക് കഴിയും എങ്കിൽ പോലും അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. ജീവന് പകരം ജീവൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ ലോകത്ത് അതൊരു കനത്ത നഷ്ടമായി തന്നെ എന്നേക്കുമായി നിലനിൽക്കും. അവിടെ നമുക്ക് എടുക്കേണ്ടുന്നത് നിയമപരമായി കേരളത്തിലെ സർക്കാരിന്, ആ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഈ ചുമതല വഹിക്കുന്ന മന്ത്രിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്നാ. അവിടെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ വന്യജീവി വകുപ്പിൻ്റെ ചുമതലക്കാരനായ മന്ത്രിക്ക് വന്യജീവി സംരക്ഷണത്തിൻ്റെ ചുമതലയും കൂടി ഉള്ള സാഹചര്യത്തിൽ ആ അക്രമാസക്തമാകുന്ന മൃഗസമൂഹം അതിനോട് എങ്ങനെയാണ് നിയമപരമായി പ്രതികരിക്കേണ്ടത്? അത് കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും കേന്ദ്രം കേരളത്തെയും കേരളം കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതല്ല. പരിഹരിക്കാൻ ആവശ്യമായ നിയമം എന്താണ്? ഇപ്പോൾ കേരളത്തിലെ സർക്കാർ തന്നെ പഴയ CRPC, ഇപ്പോഴത്തെ BNSS, അത് ഈ പഴയ CRPCയിലെ 133-ാം വകുപ്പ്, ആ 133-ാം വകുപ്പ് പ്രകാരം 133-ാം വകുപ്പ് എന്താണെന്ന് പറഞ്ഞാൽ RDOവിന് പബ്ലിക് ന്യൂയിസൻസ് ക്ലിയർ ചെയ്യാനുള്ള അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ച് പബ്ലിക് ന്യൂയിസൻസ് ആണ് ഈ വന്യജീവി അക്രമം എന്ന് വരുത്തി ഒരു കേസ് വന്നപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞത് ഇത് പബ്ലിക് ന്യൂയിസൻസിന്റെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റില്ല. കേന്ദ്ര നിയമത്തിന്റെ 62-ാം വകുപ്പും 256 ആണെന്ന് എൻ്റെ ഓർമ്മ ഇപ്പോൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഭരണഘടനയുടെ ആർട്ടിക്കിളും വെച്ചുകൊണ്ട് മാത്രമേ വന്യജീവി അക്രമത്തിൽ നിന്നും മനുഷ്യജീവന് സംരക്ഷണം നൽകുന്നതിന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്, ജനാധിപത്യ ഭരണകൂടത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് 2024 വിധിയിൽ പോലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ചെയ്യേണ്ടുന്നത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശാശ്വതമല്ലാത്ത പരിഹാരങ്ങൾ, താൽക്കാലിക പരിഹാരങ്ങൾ, കിടങ്ങുകൾ കുഴിക്കുക, ഫെൻസിങ് ഉണ്ടാക്കുക, ഇത് രണ്ടുമാണ് ഇങ്ങോട്ടേക്കുള്ള വരവിനെ, മനുഷ്യന്മാർ വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വരവിനെ തടയാൻ ഒരു ഭരണകൂടത്തിന് താൽക്കാലികമായി ചെയ്തു തീർക്കാൻ കഴിയുന്നത്. ആനയെപ്പോലെയുള്ള ഒരു ജീവിക്ക് ഒരു ഫെൻസിങ്ങും ബാധകമല്ല എന്നെല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയല്ലേ?
അപ്പോൾ കിടങ്ങുകളിൽ ഇറക്കുക എന്നുള്ളത് കവിഞ്ഞ് ഈ 600ഓളം കിലോമീറ്റർ ദൂരം വരുന്നിടത്ത് കിടങ്ങുകൾ കുഴിച്ച് ആനയുടെ അല്ലെങ്കിൽ വന്യജീവികൾ നരി, പുലി തുടങ്ങിയവയൊന്നും തടയാൻ കിടങ്ങുകൾ മതിയാവുകയില്ല. അപ്പോൾ ഏത് തരത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിന് കുറച്ച് മാർഗങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ പിതാവ് പറഞ്ഞത് വന്യജീവിയുടെ പ്രത്യുൽപാദനം വർദ്ധിക്കുന്നത് തടയുക എന്നുള്ളതാണ്. ഒരു കാട്ടിൽ, ഒരു പ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളെയും ജീവികളുടെയും ഒരു സാധാരണഗതിയിലുള്ള ഒരു കണക്കുകളുണ്ട്. അതിൽ കവിഞ്ഞുണ്ടാകുമ്പോൾ ആഭ്യന്തര സംഘർഷം അതിനകത്ത് തന്നെ ഉണ്ടാകും. അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കടിച്ചലുകൾ ഉണ്ടാകും. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം വരുന്ന മൃഗങ്ങൾ പെരുകുന്ന സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ വാസക്ടമി പോലെ അല്ലെങ്കിൽ ABC പോലെയുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നതിന് പരിശോധന നടത്തണം. ഇതിന് കേന്ദ്ര നിയമത്തിൻ്റെ അനുവാദം വേണം. കേന്ദ്ര നിയമത്തിൻ്റെ അനുവാദം കിട്ടുന്നതിന് എത്ര തവണ കേരളത്തിലെ സർക്കാരുകൾ ശ്രമിച്ചു? കേന്ദ്ര നിയമം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2014 ഇങ്ങോട്ട് വന്ന ഈ 2014 മുതൽ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് മാത്രമല്ല, അതിനു മുമ്പുമുള്ള ഭരണകൂടങ്ങളോട് 1972 മുതൽക്കുള്ള ഭരണകൂടങ്ങളുടെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ, തുടർച്ചയായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടാണ് വന്യജീവികളുടെ എണ്ണത്തിൻ്റെ പെരുപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അത് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുത എന്താണ്? ഇന്ന് തന്നെ കാലാവസ്ഥാ പ്രവചനക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താ? 3 ഡിഗ്രി ചൂട് കൂടുതലായിട്ടാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ആളുകളോട് പറയുമ്പോൾ കാട്ടിലും ഇതേ വസ്തുതയുണ്ട്. കാടൻ പ്രദേശങ്ങളിലും കാട് സ്വതവേ ചിലപ്പോൾ തീപിടിക്കുന്നുണ്ട്, അതിൻ്റെ ചൂടുണ്ടാകും. മൃഗങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യവാസമുള്ളയിടത്ത് വെള്ളവും മനുഷ്യവാസമുള്ളയിടത്ത് കൂടുതൽ വെജിറ്റേഷനും ഉണ്ടാകുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് തടയണമെങ്കിൽ അതിനാവശ്യമായ നടപടികൾ നടത്തണം. നിയമപരമായി ഒരു മൃഗത്തെ, ഒരു വന്യമൃഗത്തെ അല്ലെങ്കിൽ അക്രമാസക്തമായ ഒരു മൃഗത്തെ വധിക്കാൻ ഉത്തരവ് കൊടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറയുന്നിടത്ത് അതിൻ്റെ റൈഡർ ക്ലോസുകൾ എടുത്താൽ ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ സെക്ഷൻ 12 കടുവ കഴിഞ്ഞ ദിവസം ആക്രമിച്ച സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അവിടെയും ഒരു ഭയപ്പാടോടുകൂടി തന്നെയാണ് വനമന്ത്രി ഇതിനെ സമീപിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും അതിലൊരു ആശങ്ക നിൽക്കുകയാണ്. തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ്. അതിലാണ് മലയോര ജനത ആശങ്കയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ബിഷപ്പുമാർ ഇങ്ങനെ ഇടപെടേണ്ടിയും വരുന്നത്. ശ്രീ പണിക്കർ, കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിനുള്ളത്. ഒരു പരിധി വരെ അത് ശരിയുമാണല്ലോ. പക്ഷേ അതിൽ ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് ചെയ്യുന്നുണ്ടോ? ശ്രീ മഞ്ജുഷ്, ഇത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കുന്നത് തന്നെ ദുരുദ്ദേശപരമാണ്. കാരണം കഴിഞ്ഞ ദിവസം MP ശ്രീ ഹാരിസ് ബീരാനാണ് ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ നിയമത്തിൽ ഉടനടി ഭേദഗതിക്കൊന്നും സ്കോപ്പില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന് കിട്ടുന്നു. ആ പ്രതികരണം കിട്ടിയതിന് ശേഷം അദ്ദേഹം പിന്നീട് പറഞ്ഞിരുന്ന ചില പരാമർശങ്ങൾ നോക്കുക. അദ്ദേഹം പറയുന്നത് നിലവിലുള്ള നിയമത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ അതിന് മന്ത്രി തിരുവനന്തപുരത്തെ ഓഫീസിൽ ഇരുന്നാൽ പറ്റില്ല, പ്രശ്നം നടക്കുന്നിടത്ത് അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയാൽ പോലും കോടതി നിലവിലുള്ള നിയമത്തിന്റെ പ്രൊവിഷൻസ് വെച്ച് മാത്രമാണ് അതിൽ തീർപ്പ് കൽപ്പിക്കുക. അതുകൊണ്ട് നിയമത്തിന്റെ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ആ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ശ്രീ ഹാരിസ് ബീരൻ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നിയമം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 1972. അതിൻ്റെ സെക്ഷൻ 11 ഒന്നെടുത്ത് നോക്കുക. സെക്ഷൻ 11 പറയുന്നത് ഇങ്ങനെയാണ്: ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മേ, if he is satisfied that any wild animal specified in Schedule 1 has become dangerous to human life, so and so conditions, permit any person to hunt such animal or cause such animal to be hunted. ഇത് സെക്ഷൻ 1A ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ സെക്ഷൻ 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന, സെക്ഷൻ 1 സെക്ഷൻ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നതിനും സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ക്ലോസ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് കൂടാതെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനെ ക്യാപ്ചർ ചെയ്യാനോ
ട്രാങ്കുലൈസ് ചെയ്യാനോ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനോ കഴിയില്ലാത്ത സാഹചര്യത്തിൽ, ഇത് വൈൽഡാണ്, നിരന്തരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. ഇനി അതിൽ മറ്റൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ കില്ലിംഗ് ഓർ വൂണ്ടിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓഫ് എനി വൈൽഡ് ആനിമൽ ഇൻ ഡിഫൻസ് ഓഫ് വൺ സെൽഫ് ഓർ ഓഫ് എനി അതർ പേഴ്സൺ ഷാൽ നോട്ട് ബി ആൻ ഒഫൻസ്. ഇതിനപ്പുറത്തേക്ക് പിന്നീട് എന്ത് തരത്തിലുള്ള നിയമമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് കടുവയുടെ കാര്യത്തിൽ അന്ന് ഈ നിയമം പ്രയോഗിച്ചിരുന്നു, ഒരു വെടിവെക്കുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുത്തതുമാണ്. പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ ആനകൾ ആക്രമിക്കാൻ വരുന്നത് അത് ആദ്യമായി അക്രമകാരികളായി കണ്ടെത്തുന്ന ആനകളാണല്ലോ ഇവയെല്ലാം. അപ്പോൾ അവിടെ ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അല്ല, അത് ഒരു മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ട് അത് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിയിരിക്കുന്ന കേസുകൾ എങ്ങനെയാണ്, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 7 മരണം, ഒരാഴ്ചയ്ക്കുള്ളിൽ 4 മരണം, കഴിഞ്ഞ 8 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 180 മരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ചുരുങ്ങിയത് 2 പേരുടെ മരണമൊക്കെ ഇത്രയും വലിയ രീതിയിലത്തേക്ക് റിപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് പോലും കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ കാട്ടിൽ കയറുന്നത് എന്തിനാണെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. കാട്ടിൽ കയറുന്നത് എന്തിനാണെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. അല്ല, കാട്ടിൽ കയറുന്നിടത്ത് മാത്രമല്ലല്ലോ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ അട്ടമലയിൽ ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അവർ കാട്ടിൽ കയറി താമസിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ ആ പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. പക്ഷെ അവിടെയുള്ള നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസിന്റെ എണ്ണം വളരെ കുറവാണ്. ഉരുൾപൊട്ടലിന് ശേഷം അവിടെ അതിരൂക്ഷമായിട്ടുള്ള കാട്ടാന ശല്യമുണ്ട് എന്ന് ഇവർ നിരന്തരമായിട്ട് അതോറിറ്റീസിനെ അറിയിച്ചതിന് ശേഷവും അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയണം. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനർത്ഥം ഈ ആൾക്കാരെല്ലാം കാട്ടിലേക്ക് കയറി എന്നതല്ല, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന വൈൽഡ് ആനിമൽസ് നാട്ടുകാരെ ആക്രമിക്കുകയാണ്. അത് ചില സ്ഥലങ്ങളിൽ കടുവയോ അങ്ങനത്തെ മൃഗങ്ങളായിരിക്കാം, കൂടുതൽ സ്ഥലങ്ങളിലും കാട്ടാനകളായിരിക്കാം. ഇപ്പൊ സർക്കാരിന്റെ നടപടി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്? ഒരു പ്രൈമറി റെസ്പോൺസ് ടീം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആദിവാസി വിഭാഗത്തിലുള്ള ആൾക്കാർ കാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നോളജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗത്തിൽ കൂടി ഇവയുടെ ട്രാക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിന്റെ സ്ഥിരം സഞ്ചാരപാതകൾ, ആനത്താരകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഫെൻസിംഗ് എന്ന് പറയുന്നത് ഫലപ്രദമല്ല എന്ന് പറയുമ്പോൾ പോലും സോളാർ ഫെൻസിംഗ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം നോക്കുന്നു. ഇനി വളരെ വൈൽഡായിട്ടുള്ള തോട്ട് വരെയുണ്ട്. അതായത് ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ ഇവർക്ക് വനത്തിൽ തന്നെ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്കുള്ള നടപടികൾ. പിന്നെ അടിക്കാട് വെട്ടുക. ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ കഴിഞ്ഞ 8 വർഷത്തിൽ 180 പേർ കൊല്ലപ്പെട്ടതിന് ശേഷവും റെഗുലറായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ആവറേജ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം എത്രയാണ്? 24 പേരോളം മരണപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ മന്ത്രി എന്ത് ചെയ്യുകയാണ്, ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുകയാണ് എന്നുള്ള ചോദ്യം ജസ്റ്റിഫൈഡ് അല്ലേ? അപ്പോൾ അതിന് ധാർമ്മികമായിട്ട് ഉത്തരം പറയണം എന്ന് സഭകൾ പറഞ്ഞാൽ അത് പറയുന്നത് ഫോർഗെറ്റ്, സഭയാണോ ബിഷപ്പാണോ ആരാണോ പറയുന്നതെന്നൊക്കെ വിട്ടേക്കൂ. പക്ഷേ ധാർമ്മികമായിട്ട് ഈ വിഷയത്തിൽ ഉത്തരം പറയണം എന്ന് പറയുന്ന ചോദ്യം, അതായത് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒരു തവണ അദ്ദേഹം ഈ പാട്ട് പാടാൻ പോയത് തന്നെ അതുപോലും ശരിയായ ഒരു കാര്യമല്ലായിരുന്നു. ഒരു ധാർമ്മികമായ ഒരു പ്രശ്നം അക്കാര്യത്തിലുണ്ട്. നിയമത്തെക്കാൾ കൂടുതൽ ധാർമ്മികതയ്ക്ക് വില നൽകുന്ന ഒന്നാണല്ലോ ഇടതുപക്ഷ സർക്കാർ എന്നുള്ളത്. അപ്പോൾ ഈ മന്ത്രി കാണിച്ചതൊക്കെ ശരിയായ നടപടികളാണോ? എന്തിനേയും ഏതിനേയും ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ വനം വകുപ്പ് തന്നെ ഇറക്കിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് ബാലൻ എന്നയാൾ കൊല്ലപ്പെടുവാൻ കാരണം ആനയുടെ മുന്നിൽ മദ്യപിച്ച് ചെന്നതുകൊണ്ടെന്നൊക്കെയാണ്. എന്നോടാണോ? അതെ. അല്ല, നോക്കൂ, ഇതാണ് പ്രശ്നം. അതായത് ഇവിടെ ആർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രിയാണ് അദ്ദേഹം? ആനകളുടെ മന്ത്രിയാണോ, കാട്ടാനകളുടെ മന്ത്രിയാണോ, മനുഷ്യരുടെ മന്ത്രിയാണോ എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ NCPയുടെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭസ്മാസുരന് വരം കിട്ടിയ പോലത്തെ അവസ്ഥയാണ്. അതായത് പരമശിവൻ വരം കൊടുക്കുകയും ചെയ്തു, അവസാനം പരമശിവനെ തൊടാൻ വേണ്ടിയിട്ട് ഭസ്മാസുരൻ വരികയും ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയാണ്. തോമസ് കെ തോമസും മന്ത്രിയും എല്ലാവരും കൂടി ഒന്നായിട്ട് ഒരാൾ മന്ത്രിയാവട്ടെ, മറ്റേ പാർട്ടിയുടെ അധ്യക്ഷനാകട്ടെ എന്നൊക്കെ തീരുമാനിച്ചിട്ട് അവസാനം PC ചാക്കോ ഔട്ട് ആവുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ ആഭ്യന്തരമായിട്ടുള്ള പാർട്ടിയുടെ പ്രശ്നങ്ങളും അവനവന്റെ പദവികളും ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണോ, ഇനി ആ പദവികൾ ഇരുന്നതിന് ശേഷം നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ചെയ്യുകയാണോ? ഇപ്പൊ മന്ത്രിയുടെ തന്നെ ചില പ്രസ്താവനകൾ നോക്കൂ. ഇന്ന ഡേറ്റ് മുതൽ മൃഗം നാട്ടിലിറങ്ങില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന്. എടാ, പിന്നെ എന്തിനാ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ എന്താണ് മാർഗം? അത് ട്രഡീഷണൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, ഈ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആൾക്കാരെ സുരക്ഷിതരാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അദ്ദേഹം കാട്ടാനകളുടെ മന്ത്രിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ നമ്മൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഇവിടെയുള്ള നാട്ടുകാരാണ്.
ആ നാട്ടുകാരോടുള്ള അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതിനുവേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യണമെന്നോ വന്യജീവികളെ അങ്ങോട്ട് കയറി ആക്രമിച്ച് നശിപ്പിക്കണമെന്നോ ആരും പറയുന്നില്ല. പക്ഷേ ഈ സിറ്റുവേഷനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര ജീവനുകൾ ഇതേപോലെ തന്നെ കുരുതി കഴിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ആ മറുപടി പറയാൻ കഴിയില്ല എങ്കിൽ വന്യജീവി സംരക്ഷണ മന്ത്രിയെന്നോ വനം വകുപ്പ് മന്ത്രിയെന്നോ ഒക്കെ പറഞ്ഞവിടെ ഇരുന്നത് കൊണ്ട് എന്താണ് കാര്യം? അവരെ മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരെ കൂടി സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആക്ടിൽ പറയുന്നത് അനുസരിച്ച് ജീവൻ മാത്രമല്ല, ഷെഡ്യൂൾ 2-ലുള്ള മൃഗങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടികളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കവയെ ഹണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ വേണ്ടുന്നത് എന്താണ്? കൺവിക്ഷൻ മാത്രമാണ്. ആരുടെ കൺവിക്ഷൻ? ഈ പറയുന്ന വനപാലകരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കൺവിക്ഷൻ. ആ കൺവിക്ഷൻ എങ്ങനെയാണ് അവർക്ക് ഉണ്ടാവുക? അത് സർക്കാരാണ് കൊടുക്കുക. സർക്കാർ അതിന് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വനം വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കണം. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് എന്ത് വേണം? അവിടെ തെളിഞ്ഞ മനസ്സോടുകൂടി തീരുമാനമെടുക്കാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകണം. ഇതൊന്നും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഇത് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന MP പോലും സർക്കാരിനെ തന്നെ വീണ്ടും കുറ്റപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനായിട്ട് ആളില്ല. അപ്പൊ ഈ ചോദ്യം, ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇവിടെ ഭരണ സംവിധാനമുണ്ടോ? ഇവിടെ കർഷകർക്കും മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശങ്ങൾ തമസ്കരിക്കപ്പെടുന്നില്ലേ? കർഷകരുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ബിഷപ്പുമാരാണ് എന്ന് കരുതി അവർ മനുഷ്യരല്ല എന്നുണ്ടോ? അവർ ഈ നാട്ടിലെ വോട്ടർമാരല്ല എന്നുണ്ടോ? ഉടനെ തന്നെ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാന്യമായി സംസാരിച്ചില്ല എങ്കിൽ ബിഷപ്പുമാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. കുറച്ചുകൂടി മന്ത്രിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന്. കാരണം മന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടയാളാണ്. അതുകൊണ്ടാണല്ലോ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പാർട്ടി തന്നെ ഇദ്ദേഹത്തെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി മാറ്റാതിരുന്നത്. അപ്പോൾ മന്ത്രിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് മന്ത്രി ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്. അത് മന്ത്രി ഓർത്താൽ നല്ലത്. ഈ ജനങ്ങൾ തന്നെ മന്ത്രിക്കെതിരെ പ്രതികരിക്കും. ആ പ്രതികരണം മന്ത്രി കേൾക്കുന്നുമുണ്ടായിരിക്കും. ശ്രീ PM നിയാസ്, നിങ്ങളുടെ സമരം കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരണം എന്ന് തോന്നുന്നു കേട്ടോ. അത് കേന്ദ്രീകൃതമായിട്ട് വരുന്നില്ല. നിങ്ങൾ ഡൽഹിയിൽ പോയി സമരം നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവിടെ ഈ മന്ത്രി പറയുന്ന ഓരോ വാചകങ്ങളും അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളതാണ്, പരിഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അത്ര ശക്തമായിട്ട് ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഡൽഹിയിലെ സമരം കണ്ടു, അതിന്റെ വിഷ്വൽസും കണ്ടിരുന്നു. നോക്കൂ, നമ്മൾ ഇക്കാര്യത്തില് ഈ വനം, കേരളത്തിൽ ഉള്ള വനത്തിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം, അത് ഇപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വനത്തിന്റെ വലിപ്പം കൂടിയതോ ചെറുതായതോ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 29%. ഇന്ത്യയിലെ വനങ്ങളിൽ 29%. കേരളത്തിൽ 11,309 ചതുരശ്ര കിലോമീറ്റർ വനമാണ് കേരളത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ആ വനവും വനത്തിലുള്ള മൃഗങ്ങളും ഒക്കെ കാലാകാലം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? ഇപ്പൊ സംഭവിക്കുന്നത് വനത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് കേരള ഗവൺമെന്റിനും വനം വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ്. എന്താണ് ആവാസ കേന്ദ്രം? ഞാൻ കുറച്ചു കാലം ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ ഗവൺമെന്റ് ബീഡറായി വർക്ക് ചെയ്തിരുന്നു. അക്കാലത്ത് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളിൽ നേരിട്ട് പോയി കാണുവാനും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ഒരു അക്രമം ആനകളുടേതാണ്. എന്താണ് ആനകൾക്ക് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്ന് മന്ത്രി പറയുന്നത് പോലെയുള്ള വസ്തുതയല്ല. ആനകൾക്ക് ആനയുടെ ആവാസ വ്യവസ്ഥയിൽ ആനത്താര എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തന്നെ കേരളത്തിലുണ്ടായിരുന്നു. ആനകളുടെ വഴി, ആന ആ വഴിയിലൂടെ പോവുകയുള്ളൂ. ആ വഴിയിലൂടെ വന്ന് അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ, അതുപോലെ അവർക്ക് ആവശ്യമായ ഭക്ഷണ ക്രമീകരണങ്ങൾക്കുള്ള സാധനങ്ങൾ നട്ടുപിടിപ്പിച്ച് അതെല്ലാം ഈ കാട്ടിനുള്ളിൽ തന്നെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതുണ്ടാകുമായിരുന്നില്ല. ഇന്ന് ആനത്താരകളെല്ലാം കയ്യേറ്റ ഭൂമികളായി, അല്ലെങ്കിൽ അവിടെ റോഡുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി ആനത്താര എല്ലാം ഇന്ന് തടസ്സപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആനകൾ ആനത്താരയിൽ നിന്നും മാറി മറ്റു മേഖലയിലേക്ക് കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മന്ത്രിയും സംസ്ഥാന സർക്കാരും ഒക്കെ പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ആ നിയമമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ്. 1972 അതും ഒരു വസ്തുതയാണല്ലോ. അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഒരൊറ്റ കണക്ക് സർക്കാർ കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞ ഒരൊറ്റ കണക്ക് ഞാൻ പറയാം. 2018-19 സർക്കാർ വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയാണ് 6.28 കോടി കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ആനത്താര ഉൾപ്പെടെയുള്ള വികസനത്തിനും അതുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾക്കുമാണ് അത് ചെലവഴിച്ചത്. എന്നാൽ 2022-23 എന്നാൽ 3 കൊല്ലം കഴിഞ്ഞപ്പോ അതേ സർക്കാർ ബഡ്ജറ്റിൽ വെച്ചത് 3.1 കോടിയാണ്. എന്ന് പറഞ്ഞാൽ വനം വകുപ്പില് വനത്തിനുള്ളിൽ ചെയ്യേണ്ട നിർമ്മാണ പ്രവൃത്തികളും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും വനങ്ങളിൽ മൃഗങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ള ആവശ്യമായ
പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം പോലും അനുവദിക്കുന്നില്ല. അതിന് ഉത്തരവാദിത്വം ആരാണ്? ഇവിടെ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേന്ദ്രം ഇക്കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം. 2-3 കാര്യങ്ങൾ കേരള ഗവൺമെന്റ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് കേന്ദ്രം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല? ആ നടപ്പിലാക്കാത്ത കാര്യം അവിടെയുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഇവിടെ ഇക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാവുന്നത് കാട്ടുപന്നിയാണ്. കാട്ടുപന്നിയുടെ 5ാം പട്ടികയിൽ, വന്യജീവി നിയമത്തിലെ 5ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്രം അത് തീരുമാനിച്ചില്ല എന്ന് മാത്രമല്ല, മടക്കി അയച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രകാരം നടപടി എടുക്കണമെന്ന് പറഞ്ഞു അവർ മടക്കി അയച്ചു. വീണ്ടും കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ഭംഗിയായി വീണ്ടും ആവശ്യപ്പെട്ടത് എന്താ സ്ഥിതി? ഇന്നും അത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോയിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോ ആകെ 12 പേർക്കാണ് ഹൈക്കോടതിയുടെ വിധി പ്രകാരം 12 പേർക്കാണ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും വനത്തിന് നമുക്കറിയാം 30 ലക്ഷം ആളുകളാണ് ജനങ്ങൾ വനത്തിന്റെ അതിർത്തിയിൽ താമസിച്ചു വരുന്നത്. ഈ 30 ലക്ഷം ആളുകളും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഒന്ന് കാട്ടുപന്നിയാണ്. കാട്ടുപന്നിയെ വെടിവെക്കുവാൻ പോലും, അതും മനുഷ്യനെ കൊല്ലുന്ന കാട്ടുപന്നിയെ വെടിവെക്കാൻ പോലും ഉള്ള സൗകര്യം കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്ത, ഞാനിത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 8000 പേര് 2016 മുതൽ 8000 പേർക്ക് പരിക്ക് പറ്റിയ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. 2016 മുതൽ 1000-ഓളം ആളുകൾ മരണപ്പെട്ടുവെന്ന് കേരള നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പറയുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു. ഈ സാഹചര്യങ്ങൾ ഇപ്പൊ വളരെ ഉദാസീനമായി, ഞാൻ ഒരു വനം വകുപ്പ് മന്ത്രിയെ മാത്രം ഇക്കാര്യത്തിൽ കുറ്റം പറയുന്നില്ല. വനം വകുപ്പ് മന്ത്രിക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? കേരളത്തിൽ ഒന്നുകിൽ അദ്ദേഹത്തെ മാറ്റുക, അല്ലെങ്കിൽ പറ്റുന്ന ഒരാളെ വെക്കുക, അല്ലെങ്കിൽ വനം വകുപ്പിലെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ലെവൽ അത് കൈകാര്യം ചെയ്യുക. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഈ തീരുമാനം അനുസരിപ്പിച്ച് കൊണ്ടുപോകാൻ, സമരം ചെലുത്തുവാൻ കേരളത്തിലെ ഗവൺമെന്റ് സാധിക്കുന്നില്ല? ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയമായി BJP ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശ്രീജിത്ത് പണിക്കർ പലപ്പോഴും BJPയുമായി പല അനുഭാവമുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീജിത്തിനെ പറയുന്നത്. കേന്ദ്രം ഇക്കാര്യത്തിൽ നോക്കുകുത്തിയായിരുന്നാൽ മതിയോ? ഞാനൊരു കാര്യം, ആർട്ടിക്കിൾ 21, ശ്രീജിത്തൊക്കെ നന്നായി എല്ലാ തവണയും ആർട്ടിക്കിൾ 21 കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റുകളാണ്. അത് വനത്തിലെ കാട്ടാനകൾക്കും കടുവകൾക്കും കാട്ടുപന്നികൾക്കും മാത്രമല്ല, അവിടെ ഈ രാജ്യത്തെ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ 30 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഗവൺമെന്റുകൾക്ക് ഉണ്ട് എന്ന് ഭരണഘടന പറയുന്നുണ്ട്. ആ ഭരണഘടന പറഞ്ഞുകൊണ്ട് ഭരണഘടനത്തിൽ മുന്നോട്ട് പോകുന്നു. നേരത്തെ സുരേഷ് ബാബു വക്കീല് വളരെ ഉദാസീനമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ABC നടപ്പിലാക്കേണ്ടതല്ലേ? അങ്ങനെ ABC നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. വിദേശ രാജ്യങ്ങളിൽ, എത്ര രാജ്യങ്ങളിൽ ഇന്നും കൂടുതൽ കാടുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഇപ്പോഴും വേട്ട, അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വേട്ട അനുവദിക്കുന്നുണ്ട്. വേട്ട അനുവദിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് അവിടെ മൃഗങ്ങളുടെ പെരുപ്പം. താങ്കളിലേക്ക് ഒരു അതിനു ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇവിടെ നമ്മുടെ വനമന്ത്രി AK ശശീന്ദ്രൻ വന്യജീവികളുടെ മന്ത്രിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ശ്രീ PM നിയാസ് പറയുന്നത് കേന്ദ്രവും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണല്ലോ എന്നാണ്. ഇവിടെ എപ്പോഴും ഈ ടഗ് ഓഫ് വാർ വരുമ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളെ ആശങ്കയിലാക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കമാണ്. അല്ല, 100%. അതുകൊണ്ട് ഞാൻ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞത്, ഇത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു വിഷയമായിട്ട് നമ്മളതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഒരു ഈസി എസ്കേപ്പ് റൂട്ടാണ്. അതല്ല പ്രശ്നം. ഇപ്പോൾ 2 പാർട്ടികളെയും, അതായത് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് ശ്രീ PM നിയാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി എതിർപ്പുള്ള ഈ 2 ആൾക്കാരെയും അദ്ദേഹത്തിന് എതിർക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിൻ്റെ ഉദാസീനത, കേന്ദ്ര സർക്കാരിൻ്റെ ഉദാസീനത എന്ന് പറയും. സംസ്ഥാനം ഭരിക്കുന്ന CPM എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന NCP എന്ത് ചെയ്യും? ഈ വിഷയത്തിൽ കോൺഗ്രസിനെ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നുമില്ലാത്തതുകൊണ്ട് അവർ സെന്ററിനെ പറയും. സെന്റർ എന്ത് പറയും? സെന്റർ ഇപ്പോൾ ഹാരിസ് ബീരാനോട് പറഞ്ഞിരിക്കുന്ന അതേ മറുപടി തന്നെ പറയും. നോക്കൂ, ഇവിടെ നിയമമുണ്ട്, ആ നിയമത്തിൽ വേണ്ട പ്രൊവിഷൻസ് ഉണ്ട്, അതിനെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കാര്യമില്ല എന്ന്. ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടികൂടിയത് കൊണ്ട് കാര്യമായോ? ഇപ്പോൾ ഈ ചർച്ചയിൽ ഒരു BJP പ്രതിനിധി പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത് അദ്ദേഹം എന്നോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പ്രീഎംപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ആദ്യം അത് പറഞ്ഞില്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുറക്കേണ്ട കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത്, ശ്രീ PM നിയാസ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എടുത്ത് വെക്കുക, അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലുള്ള ഈ കാട്ടാന ആക്രമണമാണെങ്കിലും ഈ പുലിയോ കടുവയോ ഇതിൻ്റെയൊക്കെ ആക്രമണത്തിനെയാണെങ്കിലും സംസ്ഥാന സർക്കാരിന് നേരിടാനുള്ള പ്രൊവിഷൻ ഇല്ലേ? ഉണ്ട് എന്നാണ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്.
എന്തുകൊണ്ട് അതില്ല എന്ന് വ്യാഖ്യാനിക്കേണ്ടത് മറ്റുള്ള ആൾക്കാരാണ്. ഇനി താങ്കൾ പറഞ്ഞത് പന്നി ശല്യം പോലെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ നിശ്ചയമായിട്ടും അത് ടാക്കിൾ ചെയ്യേണ്ടതാണ്. കാരണം പന്നി കൂടുതലായിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ ആൾനാശം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് കൂടുതലായിട്ട് വിളകളുടെ നാശം ഉണ്ടാക്കുന്നു, പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു. അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കേവലം പന്നി ആക്രമണമല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാട്ടാന മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വരികയും അത് തുടർച്ചയായിട്ട് കടന്നു വരികയും അങ്ങനെയുള്ള മനുഷ്യർ യാതൊരു വിധത്തിലുള്ള സഹായവും ലഭ്യമാകാതെ അവർ നിസ്സഹായ അവസ്ഥയിൽ മരണത്തിന് കീഴടങ്ങുകയും ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ശരീരം കണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിട്ടും ആ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു മന്ത്രിയും വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു വകുപ്പും ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറേ നിയമങ്ങളും അല്ലല്ലോ. ഈ നിയമം എന്തിനാണുള്ളത്? ഈ നിയമം എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടോ? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ഈ കാര്യം പറയാനായിട്ട്, അദ്ദേഹത്തിനെ ബോധിപ്പിക്കാനായിട്ട് എന്താണ് വേണ്ടത്? ഇതൊക്കെ തന്നെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് അല്ലേ? രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം വനം വകുപ്പിന്റേതായിട്ട് ഓരോ ന്യായീകരണവും വരികയാണ്. എല്ലാത്തിലും വനം വകുപ്പിനെ സേഫ് സൈഡിൽ നിർത്തിക്കൊണ്ടുള്ള ന്യായീകരണങ്ങളാണ് വരിക. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മദ്യപിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ആനയെ ആക്രമിച്ചത് എന്ന്. എന്താണ് നിയാസ്? ശരി ഫാദർ. ഈ 1972 കിരാത വന നിയമം ആര് കൊണ്ടുവന്നുവെന്ന് ബഹുമാനപ്പെട്ട നിയാസ് സാറിന് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളില് ചില ഒളിയമ്പുകള് ഞാൻ കാണുകയാണ്. ഈ ആനത്താരയെ പറ്റി അദ്ദേഹം വാചാലമായിട്ട് വിവരിക്കുന്നത് കേട്ടു. 1950-60കളിലാണ് ഇവിടെ കുടിയേറ്റം നടന്നത്. ആ കുടിയേറ്റ ജനതയെ കളിയാക്കുന്ന വിധത്തിലാണല്ലേ അദ്ദേഹം പറയുന്നത് ഇവിടെ റോഡുകളും കെട്ടിടങ്ങളും പണിതുകൊണ്ടാണ് ആനത്താരകൾ ഇല്ലാണ്ട് പോയത്. ആനത്താരകൾ വനത്തിലാണ് ബഹുമാനപ്പെട്ട നിയാസ് സാറെ ഉള്ളത്, അല്ലാതെ ജനവാസ കേന്ദ്രത്തിലല്ല ആനത്താരകൾ ഉണ്ടാകേണ്ടത്. 50കളിൽ 60കളിൽ നടന്ന കുടിയേറ്റ കാലഘട്ടത്തിൽ പോലും അവര് സ്ഥലം മേടിച്ചത് ഇവിടുത്തെ നായനാന്മാരോടും മറ്റുമാണ്. ആളുകളോട് വില കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് വാങ്ങിയത്, അല്ലാതെ കാടല്ല മേടിച്ചത്. അതുകൊണ്ട് ആ പറയുന്നതില് ചില ആളുകളുടെ കുറെ കാലമായിട്ടുള്ള ഒരു കുത്തുവാക്കും കുറ്റപ്പെടുത്തലുകളും ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കാണുകയാണ്. ഈ ആനത്താരകള് സംരക്ഷിക്കേണ്ടവര് വനത്തിൽ ആനത്താരകൾ സംരക്ഷിക്കണം, അല്ലാതെ ജനവാസ കേന്ദ്രങ്ങളിലല്ല. 50-60കളിൽ നടന്ന കുടിയേറ്റത്തെ നിങ്ങൾ കുറ്റപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 50കളില് കഴിഞ്ഞ് ഇപ്പൊ 2025 എത്തി നിൽക്കുമ്പോൾ 75 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആനത്താരകള് അന്ന് ജീവിച്ചിരുന്ന ഒരാനയിൽ ഇന്നേലും ഉണ്ടോ? ഈ ആനകള് ജനവാസ കേന്ദ്രത്തിലോട്ട് ഇറങ്ങി വരുമ്പോ പഴയ ആനത്താരകളുടെ ഓർമ്മയില് ജനവാസ കേന്ദ്രത്തിലോട്ട് ഇറങ്ങുന്നതാണെന്നാണ് നിയാസ് സാർ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, സാറ് പറഞ്ഞു ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തെ പറ്റി ഞങ്ങൾ തന്നെ കേന്ദ്രമന്ത്രിയോട് വയനാട്ടിൽ വെച്ച് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പോലും പരസ്യമായിട്ട് പറയുകയും പത്രങ്ങളില് വാർത്ത വരികയും ചെയ്തതാണ്. ഓരോ പഞ്ചായത്ത് പ്രസിഡന്റിനും ഈ അധികാരമുണ്ട് ഈ കാട്ടുപന്നിയെ കൊല്ലാനുള്ള ഓർഡർ കൊടുക്കാൻ വേണ്ടി. അദ്ദേഹമാണ് അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് തന്നെ ആ പദം ഉപയോഗിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് ആളുകളെ വിഡ്ഢികളാക്കാൻ നോക്കരുത്. നിങ്ങൾ ഈ രാഷ്ട്രീയം പറഞ്ഞ് സാധാരണക്കാരുടെ മനുഷ്യന്റെ ജീവനെ വില കൊടുക്കാൻ ശ്രമിക്കരുത്. ഇപ്പോ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സാറിനോട് എനിക്ക് പറയുവാനുള്ളത്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മന്ത്രി എത്ര തുക ഇത്തവണത്തെ ബഡ്ജറ്റില് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് അവിടെ വകയിരുത്തിയിട്ടുണ്ട് എന്ന് ഇവിടെ ഒന്ന് പറയാൻ സാധിക്കും. ഈ 50 ലക്ഷം രൂപ ചാവു പണമായിട്ട് ഇന്നലെ അദ്ദേഹം ഓഫർ ചെയ്തു. എത്രയോ നാളുകളായി ഇവിടെ മനുഷ്യർ മരിക്കുന്നു, എന്നിട്ട് എന്തേ ഇതുവരെ കൊടുക്കാഞ്ഞത്? ഈ 50 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ്? വേണ്ടത് ഇവിടെ ശാശ്വതമായ പ്രശ്നപരിഹാരമാണ്. കത്തോലിക്ക കോൺഗ്രസ് അത് എല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പ് ലെഗേറ്റ് അഭിനമാർ റെമീജിയസ് പിതാവ് അത് തന്നെയാണ് പറഞ്ഞത്. ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ മന്ത്രി രാജിവെക്കുക തന്നെ ചെയ്യണം. ഞങ്ങള് വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോവുകയാണ്. കേരള സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാരെയും കൂട്ടുപിടിച്ച് എല്ലാ ജനങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ പിന്തുണയോടെ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സാറ് ഈ കഴിഞ്ഞ ദിവസം കൂടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ്. അതുകൊണ്ട് ഇനി ഇതിനൊരു കോംപ്രമൈസ് ഇല്ല. എനിക്ക് മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വനം വന്യജീവി ആക്ട് തിരുത്താൻ വേണ്ടി ഇവര് ജനദ്രോഹപരമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി പരിശ്രമിച്ചപ്പോൾ ഞങ്ങളത് തുറന്നു കാണിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട്.
ഇടതുപക്ഷ സർക്കാരിന് ഈ ജനത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രതിബദ്ധതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രമാത്രം ലാഘവ ബുദ്ധിയോടെ ഇത്ര വലിയൊരു വിഷയത്തെ സമീപിക്കുന്ന ഈ വനം മന്ത്രിയെ ആ സ്ഥാനത്ത് മാറ്റുക തന്നെയാണ്. ഒരു സംശയവുമില്ല, ഈ വനം മന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായം അത് ശരിയുമാണ്. അത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്കൊന്നും അറിയില്ലേ, എനിക്കൊന്നും ചെയ്യാൻ വയ്യേ എന്ന് പറഞ്ഞിരിക്കുന്ന വനം മന്ത്രിയെ അല്ല, ദിവസേന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വനം മന്ത്രിയെ അല്ല കേരളത്തിന് ആവശ്യം. ശ്രീ പ്രകാശ് പി തോമസ്, താങ്കളുടെ സംഘടന ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസും ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ വനം മന്ത്രിയുടെ രാജി. എന്താണ് അതിന് ന്യായീകരണമായി നിങ്ങളുടെ ഒരു നിലപാട്? മഞ്ജുഷ, ഞാൻ ഒരു മീറ്റിംഗിൽ നിന്നാണ് പങ്കെടുക്കുന്നത്, മൊബൈലിലാണ്, അതുകൊണ്ട് നെറ്റ്വർക്കും കുറവാണ്. ഇവിടെ നടന്ന ചർച്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് മന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതെന്ന്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം നിസ്സഹായ അവസ്ഥയിലാണ്. ഈ വനം വന്യജീവി വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വനവും വന്യജീവികളെയും സംരക്ഷിക്കുന്ന ആളാണ്. ഫിഷറീസ് വകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നത്, അല്ലാതെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞ് അവിടെയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനും സ്വത്തിനും നമ്മുടെ സുഗമമായിട്ടുള്ള ജീവിതത്തിനും സുരക്ഷ തരേണ്ട മന്ത്രി പറയുകയാണ് ഞാൻ നിസ്സഹായനാണെന്ന്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നത് തന്നെ വ്യക്തമാണ്, നിരന്തരമായ മരണങ്ങൾ ഉണ്ടായിട്ട് ഈ സർക്കാരിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിന് മുൻപ് ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലും, എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ദിനംതോറും ഇത് സംഭവിക്കുകയാണ്, ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമ്മുടെ സഹോദരങ്ങളെ കടുവ കടിച്ചു കീറുന്നു, ആന തല്ലിക്കൊല്ലുന്നു. ഇന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ തന്ന ആയുസ് വരെ ജീവിക്കുവാനുള്ള അവസ്ഥയില്ല, വന്യജീവികൾ കൊല്ലുന്ന ദിവസം വരെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ മാത്രമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിലും സർക്കാരിനും കമ്മീഷനെ വെക്കരുതെന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എത്രയും വേഗം ജനങ്ങളുടെ ജീവനെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ തടയുവാനുള്ള ക്രമീകരണം ചെയ്യണം. അതിന്റെ പ്രജനനം നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അതിലേക്കൊക്കെ സർക്കാർ പൊക്കോട്ടെ. വനത്തിനകത്ത് അതിനാവശ്യമായ ക്രമീകരണം ചെയ്തു കൊടുക്കുക, അതും ചെയ്തോട്ടെ. പക്ഷേ ഇപ്പോൾ നിരന്തരമായി പുറത്തിറങ്ങുന്നത്, നേരത്തെ സൂചിപ്പിച്ചു, ജനത്തിന് ഹാനികരമാകുന്നു. ഇപ്പം എനിക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ മൃഗത്തെ കൊല്ലുവാനുള്ള അധികാരം എനിക്കുണ്ട് ഈ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ. അതുകൊണ്ട് ഒന്നിലധികം പേർ, 10 കണക്കിന് 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്ന മൃഗത്തെ തടയുവാനുള്ള ക്രമീകരണം സർക്കാർ ചെയ്യണം. അത് വെടിവെച്ച് കൊല്ലണമെങ്കിൽ വെടിവെച്ച് കൊല്ലണം, മറ്റെന്തെങ്കിലും ക്രമീകരണം ചെയ്യണമെങ്കിൽ ചെയ്യണം. ഇനിയും ഇത് വനത്തിനടുത്ത് മാത്രമല്ല, ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതാണ്. തിരുവല്ലായിലും കുളനടയിലും അതോടൊപ്പം തന്നെ വടക്കെടുത്തുകാവിലും അടൂരിലുമൊക്കെ കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. ഇതെല്ലാം തന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുക്കാവുന്നു. സംസ്ഥാന സർക്കാരിന് ഒരു സർക്കുലർ കൊടുത്താൽ മതിയല്ലോ. പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം, കൊല്ലണമെങ്കിൽ കൊല്ലാമെന്നുള്ളത് തീരുമാനമെടുക്കണം, ഇവയെ കൊല്ലുവാൻ തയ്യാറാകണം. ഇത് കേരളത്തിൽ പറയുമ്പം ഈ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ഞങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട്. പുരോഗമന രാജ്യങ്ങളിലെല്ലാം തന്നെ, പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം തന്നെ, അമേരിക്കയിൽ ഉൾപ്പെടെ ചില സീസൺ ചില മൃഗങ്ങളെ വെടിവെക്കുവാനുള്ള അവസരം കൊടുക്കാറുണ്ട്. അതിന്റെ പ്രജനനം തടയുവാനും വളർച്ച തടയുവാനുമായിട്ടാണ് ചെയ്യുന്നത്. ആ രീതിയിൽ കേരളത്തിലും ചെയ്യേണ്ടിയിരിക്കുന്നു. വനം കയ്യേറി എന്നാണ് സർക്കാർ പലപ്പോഴും പറയുന്നത്. അത് തെറ്റായ ഒരു ആരോപണമാണ്. കാരണം കേരളത്തിലെ വനത്തിൻ്റെതായിട്ടുള്ള പെർസെന്റേജ് എടുത്താൽ കേരളത്തിൽ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. എന്നാൽ വനമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ശരാശരിയിലും കൂടുതൽ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ഈ നാട്ടിൽ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ ഈ വന്യമൃഗങ്ങളുടെ നടുവിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന സർക്കാർ, വനമന്ത്രിയെ കുറിച്ച് ഞാൻ പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിവില്ലാത്ത ഒരാളെ മന്ത്രിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമാണ്. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തെ നീക്കം ചെയ്യുവാനോ അദ്ദേഹം സ്വയം രാജിവെക്കുവാനോ തയ്യാറാകണം. ശരി ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ദുഃഖകരമായ മറ്റൊരു വാർത്തയുണ്ട്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് മണക്കുളങ്ങര എന്ന ക്ഷേത്രത്തിലാണ്. അവിടെ ക്ഷേത്രോത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞു. ആനകൾ ഇടഞ്ഞ് 2 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ആനകൾ ഇടഞ്ഞാണ് 2 പേർ മരിച്ചത്, നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ 35ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മണക്കുളങ്ങര എന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനകൾ കൊമ്പ് കോർക്കുകയായിരുന്നു. കരിമരുന്ന് പ്രയോഗത്തിന്റെ ശബ്ദം കേട്ടാണ്
ആനകൾ പരസ്പരം കൊമ്പ് കോർക്കുകയും ഓടുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി ആളുകൾ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് ആനകൾ ഇടഞ്ഞത്. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിവരമനുസരിച്ച് 35 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 35 പേരിൽ 4ഓളം പേരുടെ നില ഗുരുതരമാണ്. ലീല, അമ്മുക്കുട്ടി എന്നിവരാണ് മരിച്ചത്. തിരക്കിൽപ്പെട്ട് ഓടുന്നതിനിടെയാണ് ഇവർ മരിച്ചത്. ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തുകയായിരുന്നു. തുടർന്നാണ് 2 ആനകളും വിരണ്ടോടിയത്. പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞോടിയത്. പിന്നീട് ആനകളെ തളച്ചു. ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. 35 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. ഇവരിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഈ സംഭവം. കൊയിലാണ്ടിക്കടുത്ത് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ്, ആനകളുടെ എഴുന്നള്ളിപ്പിനിടെയാണ് ഇങ്ങനെയൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങളും കാണാം. ആനകൾ ഇടഞ്ഞോടുന്ന ദൃശ്യങ്ങൾ, മുകളിൽ ഉണ്ടായിരുന്നവരെ താഴെയിടുന്ന ദൃശ്യങ്ങളും ഇതിനകത്തുണ്ട്. ക്ഷേത്രത്തിന്റെ ഓഫീസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഓഫീസ് തകർത്തിട്ടുണ്ട്. ആനകൾ ഇടഞ്ഞോടുന്നതിനിടെ 2 ആനകൾ കൊമ്പ് കോർക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. നിരവധി ആളുകൾ ആന ഇടയുന്ന സമയത്ത് നിലത്ത് വീണ് കിടക്കുന്ന ദൃശ്യങ്ങളും കാണാം. വളരെ പെട്ടെന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. സമീപത്തെ ആശുപത്രികളിൽ ഉണ്ട്. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഉത്സവത്തിനെത്തിച്ച് 2 ആനകളാണ് ഇടഞ്ഞത്. അതിൽ കൂടുതൽ ആനകൾ സ്ഥലത്തു ഉണ്ടായിരുന്നു. മരിച്ചത് കുറുവങ്ങാട് സ്വദേശികളാണ് എന്നുള്ള വിവരവും കിട്ടിയിട്ടുണ്ട്. സമീപത്ത് തന്നെ ഉള്ള ആളുകളാണ്. പരിക്കേറ്റവരുടെ നില 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. അത് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ആനകൾ ക്ഷേത്രത്തിൽ കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇടഞ്ഞോടുന്ന ദൃശ്യങ്ങളായിരുന്നു. അല്പം മുമ്പ് ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിൽ പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. ആളുകൾ ചിതറി ഓടുന്ന കാഴ്ചയും കാണാം. അതിനിടെ ആ ക്ഷേത്രത്തിന്റെ മതിൽ തകർക്കുന്നു. ക്ഷേത്രത്തിലെ ഓഫീസിന് നേരെയും ആന പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. 2 ആനകൾ പാഞ്ഞെടുക്കുന്നു. ആനയുടെ മുകളിലും ആളുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. രണ്ട് ആനകളെയും തളച്ചിട്ടുണ്ട്. അത് തന്നെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയിരുന്നു. ധാരാളം ആളുകൾ വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. വീണ് കിടക്കുന്ന ആളുകളുടെ മുകളിലേക്ക് മറ്റുള്ളവർ അവരുടെ മുകളിൽ ചവിട്ടി ഓടുന്ന കാഴ്ചയും കാണാമായിരുന്നു. ഇതിനിടെയാണ് ഇത്രയും ആളുകൾക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ തന്നെ അത് അതീവ ഗുരുതരമായ ഒരു അപകടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലീല, അമ്മുക്കുട്ടി എന്നീ 2 പേർ മരിച്ചതായിട്ട് സ്ഥിരീകരണം വരികയാണ്. കൂടുതൽ പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. 2 ആനകളും വിരണ്ടോടുകയായിരുന്നു. അതിനിടെ 2 ആനകളും കൊമ്പ് കോർത്തിരുന്നു. ഇതിന് തൊട്ട് മുൻപാണ് ക്ഷേത്രത്തിൽ കരിമരുന്ന് പ്രയോഗം ഉണ്ടായത്. ഇതിന്റെ ഒച്ച കേട്ട് ആണ് ആനകൾ ഇടഞ്ഞോടിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്ത് കരിമരുന്ന് പ്രയോഗം കാണുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ ക്ഷേത്രത്തിന് സമീപം എത്തിയിരുന്നു. മണക്കുളങ്ങര എന്ന ക്ഷേത്രത്തിലാണ് ഈ അപകടമുണ്ടായത്. കൊയിലാണ്ടിക്ക് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. കുറുവങ്ങാട് എന്ന സ്ഥലത്തുള്ളവരാണ് അപകടത്തിൽ മരിച്ച ആളുകൾ. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സുരേഷ് ബാബു, ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതുകൊണ്ടാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയത്. ഇപ്പോൾ മന്ത്രിക്കെതിരെയുള്ള ഗുരുതര പരാമർശങ്ങൾ ഇവിടെ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാദർ ഫിലിപ്പ് കവിയിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. കണക്കുകൾ പോലും മന്ത്രിക്ക് പുറത്തുവിടാൻ കഴിയുന്നില്ലല്ലോ എന്ന്, എത്രമാത്രം തുക ചെലവാക്കി വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും പറയുവാൻ മന്ത്രിക്ക് കഴിയുന്നില്ല. മന്ത്രിക്ക് ഒറ്റ കാര്യമേ പറയാൻ കഴിയുന്നുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും സാധിക്കില്ല എന്ന്. മഞ്ജുഷ, അതൊക്കെ ഒരു അടർത്തിയെടുത്ത വാചകങ്ങളുടെ
ഒരു പുനരാവിഷ്കരണമാണ്. മന്ത്രി അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നതും പറയുന്നതും. ഞാനായിട്ട് ഉള്ള ഒരു നടപടികളിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല, അല്ലെങ്കിൽ കാര്യമല്ല ഈ അക്രമം. ഈ അക്രമം എന്ന് പറയുന്നത് മനുഷ്യരാണ് അല്ല, ഒരു ഭാഗത്ത് മനുഷ്യരും മറുഭാഗത്ത് തിരിച്ചറിവ് വളരെ കുറവുണ്ട് എന്ന് നാം കരുതുന്ന മൃഗങ്ങളുമാണ്. അപ്പോൾ എന്താണ് അതിനുള്ള പരിഹാരം? അതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞു. മറ്റൊരു കോടതി വിധി നിങ്ങൾക്ക് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 2019 നാഗപ്പൂർ ബെഞ്ചിലെ ഹൈക്കോടതി, മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ നാഗപ്പൂർ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ 13 പേരെ ഒരുമിച്ച് കൊന്ന ഒരു ആനയെ ഒരു വെടിവെക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം ഉള്ള ആളുകളുടെ പ്രോസിക്യൂഷൻ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അവിടെ. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുത മനസ്സിലാക്കേണ്ട വേണമല്ലോ. മനുഷ്യർ എന്ന ഒരു സംക്ഷേപണത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പെടുന്നുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണല്ലോ. പിന്നെ ഇവിടെ നടപടിക്രമങ്ങൾ പാലിച്ച് അത് നടപടിയുടെ പരിരക്ഷണത്തോടു കൂടി ഇത് ചെയ്യാം. ഇവിടെ ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോർ ഡിഫൻസ് ദേ ക്യാൻ ഓർഡർ ഫോർ ഒരു വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെയ്യാം, അത് ചെയ്തുകൂടാ എന്ന് ആ നിയമം പറഞ്ഞിട്ടില്ല. പക്ഷേ ഡിഫൻസ് എന്താണ്? സെൽഫ് ഡിഫൻസ് ആണ്. സെൽഫ് ഡിഫൻസ് ആണെന്ന് പറഞ്ഞാൽ എന്നെ ആക്രമിക്കാൻ വരുന്നത് കണ്ട് എനിക്ക് ഈ മൃഗത്തെ വെടിവെക്കാൻ ഉത്തരവ് കിട്ടിയാൽ എനിക്ക് വെടിവെക്കാം. അത് ഈ ആക്രമിക്കാൻ വരുന്ന മൃഗത്തിൻ്റെ മുമ്പിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉത്തരവിനെക്കുറിച്ച് കാണിക്കാനും കൊണ്ടുവരാനും ഒക്കെ കഴിയുമോ? നമ്മൾ പ്രായോഗികമായി ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. അപ്പം നിയമത്തിലെ ഭേദഗതി എന്താണ്? ഇത് സെൻസ് ചെയ്തുകൊണ്ട് ഇത്തരം മൃഗങ്ങളെ സെൻസ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരം കൊടുക്കുകയും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനപ്രകാരം ഇവർ ഏതെങ്കിലും തരത്തിൽ മനുഷ്യരോട് അക്രമം നടത്തും എന്ന് തോന്നിയാൽ വെടിവെക്കാൻ കഴിയുന്ന വകുപ്പ് അതിനകത്തുണ്ടോ? അങ്ങനെയില്ല. ഓരോ വന്യജീവിയെയും, ഓരോ അക്രമത്തെയും, ഒരു സിംഗിൾ അറ്റാക്ക് ഓൺ മെൻ അത് ഈ ഒരു വന്യജീവിയായി അല്ലെങ്കിൽ അക്രമകാരിയായ ജീവിയായി പ്രഖ്യാപിക്കാനുള്ള നിർവചനത്തിൽ പെടുന്നില്ല. നിരന്തരമായി മനുഷ്യരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യം വരണം. ആ ആക്രമിക്കുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ആനകൾ, കടുവകൾ, ഗീതുകൾ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ഒന്ന് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെടലിന് സാക്ഷ്യപ്പെടുത്തേണ്ടുന്ന ആളുകൾ ആരൊക്കെ എന്നതിനെക്കുറിച്ച് പോലും നിർവചനത്തിലുണ്ട്. അത് പെർമനൻ്റ് കമ്മിറ്റിയാക്കാൻ പറ്റില്ല. ഓരോ ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും അല്ലെ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും ആ ഇൻസിഡൻറ്റ് വെച്ച് അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പ്രതിനിധി, സർക്കാരിൻ്റെ പ്രതിനിധി, പഞ്ചായത്തിൻ്റെ പ്രതിനിധി, മൃഗഡോക്ടർ, അവിടുത്തെ ഒരു NGOയുടെ പ്രതിനിധി തുടങ്ങിയവരുടെ ഒരു കമ്മിറ്റി കൂടി ഇരുന്ന് ആ കമ്മിറ്റി എടുത്ത തീരുമാനം ഇത് വന്യജീവിയാണെന്ന് പറഞ്ഞ് അത് പിന്നെ അദ്ദേഹത്തിന് ഉത്തരവ് അതാണ് നമുക്ക് മാറ്റം വരുത്തണം. മഞ്ജുഷ് ഒരു മിനിറ്റ്, ഇത് നിയമത്തെ വരുത്തണം. ഞാൻ ആരെയും ന്യായീകരിക്കാനുള്ള ശ്രമമല്ല. ഒന്നെന്നെ പറയാൻ അനുവദിക്കൂ. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് പകരം അത് തെറ്റുതിരുത്താൻ അല്ല, ഞാൻ അത്തരം ഒരു ന്യായീകരണത്തിലല്ല. തുടക്കം മുതലേ ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള യുദ്ധമല്ല. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ചത്. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനകൾ ഇടഞ്ഞു. ആനകൾ ജനങ്ങളുടെ ഇടയിലേക്ക് പാഞ്ഞു വരികയായിരുന്നു. ഇതിലാണിപ്പോൾ 3